കോഴിക്കോട് ജില്ലയിൽ വൻ ലഹരിവേട്ട. 237 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കോഴിക്കോട് മാത്തോട്ട സ്വദേശി മുഹമ്മദ് സഹദാണ് പിടിയിലായത്. കൂടെയുണ്ടായിരുന്ന കല്ലായി സ്വദേശി മുഹമ്മദ് ഫായിസ് ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 15 ദിവസത്തിനിടെ ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിൽ ഇത് 6ാമത്തെ തവണയാണ് വൻ ലഹരിമരുന്ന് വേട്ട നടത്തുന്നത്. കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയാണ് പിടിയിലായ മുഹമ്മദ് സഹദ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇയാൾ ഡാൻസ് ഓഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രതി ലഹരിയുമായി ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതോടെയാണ് ഡാൻസ് ഓഫും ബേപ്പൂർ പോലീസും ഇയാൾക്കായി വല വിരിച്ചത്. ഇന്നലെ അർദ്ധരാത്രി കോഴിക്കോട് മാത്തോട്ടം വിജിത്ത് തിയേറ്ററിന് സമീപത്തെ റോഡിൽ വെച്ച് കാറിലെത്തിയ പ്രതിയെ തടഞ്ഞുവെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സഹായി കല്ലായി സ്വദേശി മുഹമ്മദ് ഫായിസ് ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കാറിനകത്ത് ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു MDMA. ഓണാഘോഷം ലക്ഷ്യമാക്കി ബംഗളൂരുവിൽ നിന്നാണ് ലഹരി എത്തിച്ചിരുന്നത്. പിടിച്ചെടുത്ത MDMA-ക്ക് വിപണിയിൽ 8,37,000 രൂപയോളം വില വരുമെന്നാണ് പോലീസ് അറിയിച്ചത്. ബേപ്പൂർ, പന്നിയങ്കര, മാതോട്ടം, മാങ്കാവ് എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ ലഹരി വിൽപ്പന. നേരത്തെ ഡൽഹി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാട് നടത്തിയതിന് മുഹമ്മദ് സഹദ് 1.5 വർഷത്തിലേറെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വരും ദിവസങ്ങളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുമെന്ന് ഡാൻസ് ഓഫ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.